ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മട്ടൻ സുക്കയാണ് നമ്മൾ ചെയ്യുന്നത്. മട്ടൻ വരട്ടിയതെന്നും പറയാം, നമുക്ക് ഗ്രേവി അല്ല ചെയ്യുന്നത്, വരട്ടിയെടുത്ത മട്ടനാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ വാച്ച് ചെയ്യണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഞാൻ 1 kg മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ഫുൾ ഫാറ്റും എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി ചായച്ചത് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവോള, ഇപ്പോൾ ഒരു ചെറിയ സവോള ആണെങ്കിൽ ഒന്നെടുക്കുക, അല്ലെങ്കിൽ വലുതാണെങ്കിൽ അതിൻ്റെ പാതി എടുത്താൽ മതി. അതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത്, അതുകൂടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് ഞാൻ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ ഇടണം. അളവ് മാറിപ്പോകരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും. ഇനി 1 ടേബിൾ സ്പൂണ് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ മിസ്സായി. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണാണ് ഇട്ടിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിനിടുക. അതിന് ശേഷം അതെടുത്ത് നമുക്ക് കുക്കറിലോട്ട് മാറ്റുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ അടിച്ചപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടാവും, ഫുള്ളി കുക്കഡ് ആയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കങ്ങനെ വേവിച്ചെടുക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു പാനിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് മാത്രം ഓയിൽ ഒഴിച്ചാൽ മതി, നമുക്കൊരു സവോള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള ആ ഒരു ഫാറ്റിൽ തന്നെ നമുക്ക് ആ ഒരു ഇത് കിട്ടുമല്ലോ, ആ നെയ്യ് കിട്ടുമല്ലോ. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു വലിയ സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളർ എത്രത്തോളം ഡാർക്കാണ് അത്രത്തോളം നമുക്ക് മട്ടൻ നല്ലപോലെ ഡാർക്ക് കളറായിട്ട് കിട്ടും. അപ്പോൾ സവോള നല്ലപോലെ ഡാർക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി, ബാക്കി നമുക്ക് മട്ടൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. അപ്പോൾ ആദ്യം ഞാൻ വെളുത്തുള്ളി മാത്രം ഇട്ടു, അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക എന്തുകൊണ്ടാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൽ ഇഞ്ചിയാണ് കൂടുതൽ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വെളുത്തുള്ളി മാത്രം അതിലിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിട്ടാൽ മതി. ഈക്വൽ ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ മസാലയിലോ അല്ലെങ്കിൽ മട്ടൻ വേവിക്കുന്നതിലോ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്, മാറിപ്പോകരുത് കേട്ടോ. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിന് കൂടുതലും നമ്മൾ മുളക് പൊടിനേക്കാളും നമുക്ക് കുരുമുളക് പൊടിൻ്റെ എരിവാണ് മുന്നിലേക്ക് നിൽക്കേണ്ടത്, അതുകൊണ്ടാണ് കുരുമുളക് കൂടുതലിടുന്നത്. നെക്സ്റ്റ് കാശ്മീരി മുളക് പൊടി ഇട്ടിരിക്കുന്നത്, അത് എരിവ് കുറവായിരിക്കും, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. നല്ലപോലെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ മറന്നു, അതുകൊണ്ടാണ് അപ്പം ആഡ് ചെയ്യാതിരുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുത്തു. അതിന് ശേഷം ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ഒരു 10 ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 പച്ചമുളക് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ എരിവ് നമ്മൾ കട്ട് ചെയ്യാത്തതുകൊണ്ട് അത്ര ഉണ്ടാവത്തില്ല, പക്ഷെ മണവും ടേസ്റ്റ് ഉണ്ടാകും, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരത്തേക്ക് നല്ലപോലെ വഴറ്റിയെടുക്കുക, നമ്മൾ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് നമ്മുടെ മട്ടനൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട്. കുക്കറിനോട്ട് മാറ്റി ഞാനൊരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട്. 5 വിസിലാണ് വന്നത്, ഫുള്ളി കുക്കഡായിട്ട് നല്ലപോലെ കുക്കഡായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഗീയൊക്കെ ഇങ്ങനെ ഉരുക്കി ഇതുപോലെ ആയിരിക്കണം അതിൻ്റെ ഫാറ്റ്. അപ്പോൾ നമുക്ക് കൂടുതൽ എണ്ണൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ ഇങ്ങനെ നിങ്ങൾക്ക് ഫാറ്റ് എടുക്കണ്ടെങ്കിൽ വേണ്ട. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഞാൻ ആ ഒരു മട്ടൻ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം, അത് വരെ നമുക്കിനി ഇളക്കണം. നമുക്ക് കൂടുതലായിട്ട് ഇനി കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാനില്ല, ഇനി ഒരു 2-3 ഐറ്റംസ് മാത്രമേ ആഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക, വെള്ളമൊക്കെ ഒന്ന് മാറണം. നെക്സ്റ്റ് നമുക്ക് ഈ ടൈമിൽ നമുക്കൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക, എരിവ് പോരെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്, വെള്ളം വറ്റിയെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു കൊടുക്കുക, അങ്ങനെ തന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക, വീണ്ടും അടച്ച് വെച്ച് നമുക്കിത് വറ്റിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 20 മിനിറ്റോളം എടുക്കും നമുക്കിതിങ്ങനെ ഒന്ന് വറ്റി വരാനായിട്ട്.
അപ്പോൾ ഈ ഒരു സെമി ഡ്രൈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കണം. ഫ്രഷായ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇനി ഒരു 5 മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്കും ഇത് ഫുള്ളി ഡ്രൈ ആയി കിട്ടും. പിന്നെ അതിൻ്റെ ആ ഒരു അരികത്ത് നിൽക്കുന്ന ആ ഓയിൽ മാറത്തില്ല, അത് പറ്റി വരുന്നില്ല. അത് നമ്മൾ ഫാറ്റ് ആഡ് ചെയ്തുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ആയി വരുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് ഇപ്പോൾ ഓയിൽ മാത്രമേ ഉള്ളൂ ഇതിൽ. വെള്ളം ഫുള്ളും വറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് 1/2 കപ്പ് മല്ലിയില മുറിച്ചത്, ഫ്രഷായ മല്ലിയില മുറിച്ചത് നമ്മൾ ഇതിൽ നിന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അടിപൊളി ടേസ്റ്റി യമ്മി ആയിട്ടുള്ള മട്ടൻ റെസിപ്പിയാണ് ഇന്ന് കാണിച്ചത്. എല്ലാവർക്കും ഇഷ്ടമാകുന്നതിന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാണുമ്പോൾ തന്നെ എന്തായാലും നമുക്ക് കഴിച്ച് നോക്കാൻ തോന്നും. അപ്പോൾ കഴിച്ചാൽ തീർച്ചയായിട്ടും ഇത് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും. ചോറിനും അതുപോലെ തന്നെ പലഹാരത്തിനൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. കാരണം നിറയെ മസാലയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ, കാര്യമായിട്ട് ഞാൻ പറയുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഈ മട്ടൺ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ഈ മട്ടൺ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഇനിയും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വീഡിയോസായിട്ട് വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, കീപ് ട്യൂൺ.